ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതായത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള, അതായത് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അത് ഞാനും തീർന്നു പോയാലും ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന കുറച്ച് സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്ട്സുകളുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വാങ്ങിയിട്ട് കാശ് കളഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യണ സ്കിൻ കെയർ മേക്കപ്പ് പ്രോഡക്ട്സിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാരെങ്കിലും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, നമുക്കൊരു ഐഡിയ കിട്ടും. എല്ലാത്തിന്റെ ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ആമസോണിൽ സെപ്റ്റംബർ 27 തൊട്ടിട്ട് സെയിൽ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി വിലയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. ഓൾമോസ്റ്റ് 50% തൊട്ടിട്ട് 80% എല്ലാ കാറ്റഗറിയിലുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഓഫറിൽ വാങ്ങിക്കാൻ കിട്ടും. സെപ്റ്റംബർ 26 നമ്മുടെ പ്രൈം മെമ്പേഴ്സിനൊക്കെ സെയിൽ ഓപ്പൺ ആവുന്നുണ്ട്. സെപ്റ്റംബർ 27 നമ്മളുടെ സാധാരണ എല്ലാവർക്കും മറ്റേ സെയിൽ ലൈവ് ആവുന്നത്. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഈ സമയത്ത് നമ്മൾ എല്ലാ സാധനങ്ങൾക്കും ഓഫറുള്ള കാരണം നമുക്ക് ആ ഒരു ലാഭത്തിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടും നമുക്ക് നോക്കാം. ആദ്യത്തത് ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞെട്ടിച്ചു കളഞ്ഞു, എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളൂ. ഈ വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഇതിന്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഓൾമോസ്റ്റ് കണ്ട ഇതിന്റെ ഈ അറ്റം വരെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് തീർത്തു ഞാൻ. അതെ, ഈ ഒരു SPF 50+, അതേപോലെ തന്നെ PA 4+ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, അതായത് ഇത് ഭയങ്കര ലിക്വിഡ് ആണ്. അതായത് ഞാൻ കാണിച്ചു തരാം, കണ്ടോ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും ഈ സാധനം. സോറി, ഇതിന്റെ മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ദേ കണ്ടോ, ഇങ്ങനെ ഒരു വെള്ളം പോലെ ഇരിക്കുക. കണ്ടോ, നമുക്ക് ഇതിന്റെ ഒരു ഗുണം എനിക്ക് എന്താ അറിയോ ഫീൽ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പോകണം, നമ്മൾ സാധാരണ ഒരു മോയ്സ്ചറൈസർ ഇടുന്ന ഒരു ഫീൽ മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു വെള്ളം പോലെ നമ്മളെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ഒട്ടും തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഇല്ല. അതായത് നമുക്കിങ്ങനെ ഹെവി ആയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്തു, ഇതൊക്കെ ഇടണമല്ലോ, ഇതിന്റെ മുകളിൽ മോയ്സ്ചറൈസർ ഇടണമല്ലോ, അങ്ങനെയുള്ള ഒരു ഫീലും ഇല്ല. നമുക്ക് വളരെ ലൈറ്റ് ആണ്. വെറുതെ ഒരു വെള്ളം നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഫീലാണ് ഈ ഒരു വിഷ് കെയറിന്റെ ഈ വേരിയന്റ് ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. ഇതിൽ തന്നെ വേറെ 1-2 വേരിയന്റ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇതിന് നല്ല പ്രൈസും നല്ല കുറവാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടോ, ഇത്രയും കണ്ടോ, ഞാൻ ഇത്രയും തീർത്തിട്ടുണ്ട് സംഭവം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് എന്തായാലും ഞാൻ വീണ്ടും മേടിക്കുന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. ഓക്കെ, അടുത്തത് ഈ ഒരു ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ ഒരു ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു പച്ച കളറിൽ വരുന്ന ഇങ്ങനെ ഒരു ഗ്ലോ മാസ്ക്. ഇതാണ് സംഭവം. ഇതുണ്ടല്ലോ, ഇത് ശരിക്കും കിടിലനാണ് കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ മാക്സിമം 2 ദിവസം മാത്രം രാത്രി നമ്മൾ കിടക്കണേക്കാളും മുന്നേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നു നോക്ക്. നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ ഈ ഗ്ലൈക്കോളിക് ആസിഡ്, മാൻഡലിക് ആസിഡ് അങ്ങനത്തെ ഒക്കെ എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസം മാക്സിമം യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനത്തെ ആസിഡുകൾ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും തന്നെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളിത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസം അപ്ലൈ ചെയ്താൽ തന്നെ നല്ലപോലെ റിസൾട്ട് ഉണ്ടാക്കും. അടുത്തത് നമ്മളുടെ ബോഡി ഷോപ്പിന്റെ ആൽമണ്ട് മിൽക്ക് ഒരു ബോഡി ബട്ടർ ആണ് കേട്ടോ. അതായത് എന്താ പറയാ, നമ്മളുടെ കയ്യും കാലൊക്കെ നിങ്ങൾ എന്താ പറയാ, പൂ പോലെ ഇരിക്കുന്നൊക്കെ പറയില്ലേ, നമ്മളെ കയ്യും കാലൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അത്രയ്ക്ക് സ്മൂത്ത് ആക്കും നമ്മുടെ അങ്ങനെ കയ്യും കാലൊക്കെ അങ്ങനെ പഞ്ഞി പോലെ ആക്കും, സ്മൂത്ത് ആക്കും. ഞാൻ വെറുതെ ഹൈപ്പ് ഇടുന്നതല്ല. അതായത് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മുടെ കയ്യും കാലൊക്കെ നല്ല പഞ്ഞി പോലെ നല്ല സ്മൂത്തായി നല്ല സോഫ്റ്റ് ആയി ഇങ്ങനെ എന്താ പറയുക, നല്ല നമുക്കൊക്കെ ഇഷ്ടമാകാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ഇതാക്കും. പക്ഷെ ഈ സംഭവം നല്ല വിലയുണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ലപോലെ ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ തന്നെ വിലയുണ്ട്. അത് പെട്ടെന്നൊന്നും തീരില്ല. നല്ല സ്മെല്ലും ആണ്, എല്ലാ സംഭവം ഓക്കെയാണ്, പക്ഷെ ഇത്തിരി വിലയുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇത്രയ്ക്കും പൈസ കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറ്റേ വില്ലുവയുടെ ഒരു മിൽക്ക് ബോഡി ലോഷൻ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു 50% ഒരു കവറേജ്, അതായത് എന്തെന്ന് പറയാ, അത്രയ്ക്കും ഇത് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലൊക്കെ നല്ല സ്മൂത്ത് ആക്കും, ഭയങ്കരമായിട്ട് നല്ല ആ ഒരു ഡ്രൈനെസ് കംപ്ലീറ്റ് മാറ്റും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഷനാണ്, അപ്പൊ അത്രയ്ക്കും ആ ഒരു ഇത് വരില്ല. അത്രയ്ക്കും നമുക്കൊരു നോർമൽ ആയിട്ടൊക്കെ എന്നും യൂസ് ചെയ്യാനൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ അത് ധാരാളമാണ്. നിങ്ങളുടെ കൈയും കാലും ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഈ വെർത്താണ് നല്ലതായിട്ട്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് ഒരു കാജലാണ് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഈ റെനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ ഒരു മിഡ് നൈറ്റ് കോൾ പെൻസിൽ കണ്ടോ, ഇതാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പെൻസിൽ തന്നെ ഭയങ്കര ലുക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ,
ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ട് മേടിച്ച് നോക്കിയതാണ് കേട്ടോ സംഭവം. പക്ഷെ അടിപൊളിയാണ്. നല്ല കട്ട ബ്ലാക്ക് ആണ്, നല്ല കണ്ടോ, നല്ല ഭംഗിയിലിരിക്കും. ഞാൻ ലൈറ്റ് ആയിട്ടാണ് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ. എനിക്കിങ്ങനെ കട്ട ഇതിൽ എഴുതാൻ ഇഷ്ടമല്ല. നല്ല ഡാർക്ക് ആയിട്ട് എഴുതാണെങ്കിലൊക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല ഇതിലായിട്ടിരിക്കും. അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല, അതായത് ചില ഇങ്ങനത്തെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്ന് ഞാൻ പറയില്ല. അതായത് കുറച്ച് സമയമായി കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഇപ്പൊ നമ്മൾ കാലത്ത് എഴുതിയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ കുറച്ചിങ്ങനെ സ്മഡ്ജ് ആവുകയല്ല ചെയ്യുക, എന്തായാലും പറയാം, കുറച്ചിങ്ങനെ ഒരു ഇങ്ങനെ ഫേഡ് ആവാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിത് ഞാൻ പറയണില്ല നല്ലപോലെ സ്മഡ്ജ് ആവാത്ത സാധനമാണെന്നൊന്നും പറയില്ല. അത് സ്മഡ്ജ് ആവും, ലൈറ്റായിട്ട് സ്മഡ്ജ് ആവുന്നുണ്ട്. എന്നാൽ പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് ഗ്ലൈഡ് ആവുന്ന നല്ലൊരു ഐ പെൻസിലാണിത്. ഷാർപ്പൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സംഭവം എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമില്ല എന്നാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ട് നമ്മളൊരു ഫേസിൽ ഒരു അത്യാവശ്യം ഒരു രീതിയിലുള്ളൊരു ഇത് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഓവറായിട്ട് പുട്ടിയടിച്ച പോലുള്ള ഒരു ഫീലും കിട്ടാത്ത രീതിയിലുള്ളൊരു ഫൗണ്ടേഷൻ ആണിത്. ഒന്നാമത്തത് ഈ ഒരു ഫേസസ് കാനഡയുടെ ഈ ഒരു കണ്ടോ ഇങ്ങനത്തെ ഒരു 3-in-1 ഫൗണ്ടേഷൻ ആണ്. ഇതിൽ ഇന്ന് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഒക്കെ ഉണ്ട്. ഇത് അടുത്തത് നമ്മുടെ മേബിലിൻ ഫിറ്റ്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 310 ആണ് കേട്ടോ. ഇതിൽ എൻ്റെ ഷെയ്ഡ് സോഫ്റ്റ് സാൻഡ് ഇങ്ങനെയാണ്. അപ്പോൾ വളരെ ലൈറ്റ് ആണ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ റെഗുലർ ആയിട്ട് ഇടാനും നല്ലതാണ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇടും, നമുക്ക് വളരെ ഈസിയാണ് ഇടാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ്. ഇതിനൊക്കെ വില വരുന്നത് എത്ര 199, 200, 220 ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആണിത്. അടുത്തത് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോമ്പാക്ട് പൗഡർ കേട്ടോ. ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. കിഡിലനാണ് കേട്ടോ. അതായത് ഈ ഒരു മേബിലിൻ ഫിറ്റ്മിയുടെ തന്നെ എൻ്റെ ഷെയ്ഡ് തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. 310 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഒരു കോമ്പാക്ട് പൗഡർ ആണ് കേട്ടോ. ഇത് കണ്ടോ എൻ്റെ കാലിയായിട്ടുണ്ട് സംഭവം. ഇതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം ഒക്കെ വരുന്നുണ്ട്. ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയാ, ഭയങ്കര ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ഇത് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് സ്ഥിരമായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു സംഭവം നല്ലപോലെ നമുക്ക് സെറ്റാണ്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ എക്സാക്ട് സെയിം ഷെയ്ഡ് മേടിച്ചാൽ മതി. ഇത് നമ്മളുടെ പാക്കിൻ്റെ അല്ലേ, പാക്ക് പറഞ്ഞ ബ്രാൻഡ് PSC എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഇങ്ങനത്തെ ഒരു ബ്രഷും ഉണ്ടെങ്കിൽ സെറ്റാണ്. വേറെ ഒന്നും നിങ്ങൾക്ക് മേക്കപ്പിൽ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് ഒരു ലിപ്സ്റ്റിക് ആണ്. നോക്ക്, ഈ ഒരു ഫേ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കിഡിലനാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനൊരു ഇതാണ് വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മളുടെ ഷെയ്ഡ്. കണ്ടോ, സ്ക്രൂ എന്നാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡിന്റെ പേര്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കണ്ടോ, നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ട്രാൻസ്ഫർ ആവില്ല. അങ്ങനത്തെ നമ്മൾ കുറേ നേരം നിൽക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കൂടി കാണാം.